إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ നാലാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം നോക്കൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അൽ-യൗമ യഇസല്ലദീന കഫറു, ഇന്നേ ദിവസം അവിശ്വസിച്ചവരായ ആ ജനങ്ങൾ അവർ നിരാശരായിരിക്കുകയാണ്. കാരണം ഇസ്ലാമിന് വലിയ പേരും പ്രശസ്തിയും ലഭിച്ചിരിക്കുകയാണ്, വലിയ വലിയ വിജയങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ആൾക്കാർ കൂട്ടം കൂട്ടമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ പറയുന്നത്, ഇന്നേ ദിവസം ആ അവിശ്വാസികൾ നിങ്ങളെക്കുറിച്ച് നിരാശരായിരിക്കുകയാണ്. നിങ്ങളുടെ ദീനിനെ കുറിച്ച് അവർ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാം ദീനിനെ തകർക്കാൻ കഴിയില്ലെന്ന് നിരാശ അവർക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ല പറയുകയാണ്, ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടാൻ പാടില്ല. വഖ്ശൗനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിത നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ദീനിനെ അതായത് ദീനായി നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ഹജ്ജത്തുൽ വിദാഇന്റെ അവസരത്തിൽ അവതരിച്ച ആയത്താണിത്. ആ സമയത്താണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമനിൽ തുറൈനി, ആരെങ്കിലും നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ, ഫീ മഖ്മസത്തിൻ, അവന്റെ പട്ടിണിയാൽ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ, ഗൈറ മുതജാനിഫിൻ ലിൽഇസ്മി, ആ തെറ്റിലേക്ക് ചായ്വുള്ളവനാകാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വല്ലവനും അവൻ അങ്ങേയറ്റം പട്ടിണി മൂലം, അവൻ വിശപ്പിന്റെ കാഠിന്യം മൂലം അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ വിശദീകരിച്ച രൂപത്തിലുള്ള ഹറാമായ എന്തെങ്കിലും ഭക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് തെറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ആ തെറ്റിലേക്ക് ചായാത്ത രൂപത്തിൽ, അതിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാത്ത രൂപത്തിൽ അല്പം അവന്റെ ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷിക്കൽ അവൻ അനുവദനീയമാണെന്നാണ് ഇതിന്റെ അവസാന ഭാഗം പറയുന്നത്. അപ്പോൾ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീം, അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.